നെയ്തലക്കാവിലെ അമ്മ തിടമ്പ് ഏറ്റാനായിട്ട് അവിടെ നമ്മുടെ എറണാകുളം ശിവകുമാർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. നിഖിൽ പരമേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, നേരത്തെ പറഞ്ഞതുപോലെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനോടൊപ്പം തന്നെ വലിയ ആരാധകരുള്ള, വലിയ തലപ്പൊക്കമുള്ള ഒരുപാട് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവന്റെ നിഖിൽ കഥ അറിയുമെന്നറിയില്ല. ഈ നമ്മുടെ എറണാകുളം ശിവകുമാറിന്റെ ഒരു കൊമ്പ് അവന് 36-35 വയസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് പോവുകയും, സാധാരണ ഇതിൽ ആനകൾക്ക് ആ പ്രായത്തിൽ കൊമ്പ് പിന്നെ കിളിച്ചു വരില്ല. എന്നിട്ട് ആ പ്രായത്തിൽ ഈ ആനയ്ക്ക് കൊമ്പ് കിളിച്ചു വരികയും ചെയ്ത അത്ഭുതങ്ങളൊക്കെ സംഭവിച്ച ഒരു ഗജവീരനാണ് അവനൊരു ഒറ്റാനാണ്, അവനൊരു ഗംഭീരനാണ്. അപ്പൊ നിഖിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ശിവകുമാറിന്റെ ശിവൻ എന്താണ് പ്രേമികൾ വിളിക്കും. അപ്പൊ ശിവന്റെ ആരാധകർ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? എപ്പോഴാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് എത്തുക? ഹഷ്മി ഇപ്പൊ സൂചിപ്പിച്ച പോലെ ആ കഥ വളരെ വിശദമായി ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് സുരേഷ് ഏട്ടൻ എന്ന എറണാകുളം ശിവകുമാറിന്റെ പാപ്പാൻ, ഏറ്റവും പ്രിയപ്പെട്ട പാപ്പാൻ വളരെ ഭംഗിയായി പറഞ്ഞു തന്നിരുന്നു. അതൊരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഈ ആനയെ കിട്ടിയതിന് പിന്നെ ഒരു കഥയുണ്ട് ഹഷ്മി. അതായത് അവിടേക്ക് കൊണ്ടുവന്ന ഈ ആന ഇനിമേൽ ഈ ക്ഷേത്രത്തിലാണ് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ആനയായി മാറേണ്ടതാണ് എന്നൊരു പ്രശ്നത്തിൽ തെളിയുകയും അതിനുശേഷമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്ഥിരം ആനയായി എറണാകുളം ശിവകുമാർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഇപ്പോഴിതാ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അവനെ ഇങ്ങനെ ഒരുക്കി ഇറക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പ് ഈ എറണാകുളം ശിവകുമാറിന്റെ മുകളിലേക്ക് എത്തിക്കുകയും അല്പസമയത്തിനകം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഈ ക്ഷേത്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ കൗതുകത്തോടു കൂടി ഈ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. അല്പസമയത്തിനകം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. തുടർന്ന് നേരെ ഈ വടക്കുന്നാഥനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നാദസ്വരം നമുക്ക് കേൾക്കാൻ കഴിയും, മേളമുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം നെയ്തലക്കാവിലേക്ക് ഇറങ്ങും. പാറമേക്കാവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാണ്ടിമേളം, ശ്രീമൂലസ്ഥാനത്ത് നിന്ന് പാണ്ടിമേളത്തിന് അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ തെക്കേ ഗോപുര നട തുറക്കാൻ വേണ്ടി എത്തിച്ചേരുക. ആ നിമിഷമൊക്കെ നമുക്കറിയാം എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് എന്നുള്ളത്. ആഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആന എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ജനപ്രതിനിധികളെ എല്ലാവരും നമുക്കിവിടെ കാണാം. ജില്ലാ കളക്ടറുണ്ട്, ജില്ലാ പോലീസ് മേധാവിയുണ്ട്, മന്ത്രി കെ രാജുണ്ട്, ഡോക്ടർ ആർ ബിന്ദു ഉണ്ട്. അവരെല്ലാവരും ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി പൂരം കാണുന്ന പോലെ ഈ ആനയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്ക് ഇത്രയും വർഷമായിട്ടും ആ ഒരു കൗതുകം മാറിയിട്ടില്ല അല്ലെ? അല്ല, തൃശ്ശൂർ പൊതുവെ പൂരപ്രേമികൾ, ആനപ്രേമികളൊക്കെയുള്ള സ്ഥലമാണല്ലോ. എത്ര കണ്ടാലും മതി വരാത്ത വിധത്തിലുള്ള ആനകളിലൊന്നാണ് എറണാകുളം ശിവകുമാർ. ഇവിടെ ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതിയുടെ ഇത്തവണത്തെയും തടംപേറ്റാനുള്ള സൗഭാഗ്യം എറണാകുളം ശിവകുമാറിന് തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന യഥാർത്ഥത്തിലെ മഹാസിംഫണിയുടെ വരവറിയിക്കുന്നൊരു യാത്രയാണ് നെയ്തലക്കാവ് ഭഗവതി. പുറ്റൂരിൽ നിന്ന് ആരംഭിച്ച് വിയൂര് വഴി പോയി തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് കിടക്കുന്നതോടുകൂടിയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ സിംഫണിയുടെ ഒരു താളമേളത്തിന്റെ വർണ്ണവിസ്മയങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. എന്ന് മാത്രമല്ല, അർജുൻ സാർ ഇന്നലെ നമ്മുടെ സാമ്പിൾ കണ്ടിട്ട് പറഞ്ഞത് ലോകത്ത് ഇങ്ങനെ ഒരു വെടിക്കെട്ട് ഉണ്ടാവില്ല എന്നാണ്. എങ്ങനെയുണ്ട് ഈ കാഴ്ചകളൊക്കെ? ഇതും എല്ലാം വ്യത്യസ്തം. ഞാൻ പറഞ്ഞ നേരത്തെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളാണ്, എല്ലാം പുതുമയാർന്നതാണ്, എല്ലാം ആസ്വദിച്ച് പോകുന്നതാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിപ്പോ കണ്ടില്ലേ, ഫുള്ള് കണ്ടതും എല്ലാം നല്ല ഒരു പ്രോഗ്രാമാണ്. നെറ്റിപ്പട്ടം കെട്ടിക്കഴിഞ്ഞു. നെറ്റിപ്പട്ടം കെട്ടിക്കഴിഞ്ഞാൽ ഇനി സ്വാഭാവികമായിട്ടും മറ്റ് ചടങ്ങുകൾ, ക്ഷേത്രപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ കാര്യമായില്ല. വളരെ വേഗത്തിൽ ഈ തിടമ്പ് എറണാകുളം ശിവകുമാറിനെ ഏൽപ്പിക്കുകയും അങ്ങനെ ഇവിടുന്ന് ആഘോഷപൂർവ്വം ഇങ്ങനെ കടന്നു പോവുകയുമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനും അത് 8:00 കൂടി ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ് അറിയിച്ചത്. ആറാട്ടിന് ശേഷമാണ് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി വടക്കുന്നാഥനിലേക്ക് പുറപ്പെടുക. ഓക്കെ, നിഖിൽ ഒരു മിനിറ്റ്. അപ്പൊ ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി വടക്കുന്നാഥ സർവം നടത്തുന്നാഥ എന്ന രണ്ടുപേരി പാടുന്നു നിഖിൽ പരമേഷ്. ഉറപ്പായിട്ടും ഹാഷ്മി, ഞാൻ നല്ല തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് പാടുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നിരിക്കെ പോലും ഞാൻ ശ്രമിക്കാം ഹാഷ്മി. ഉറപ്പായിട്ടും അതിന്റെ വരിയൊന്നും ഞാൻ എടുത്തോട്ടെ. രണ്ടുപേരും മോളെന്നോട്ട് വടക്കുന്നാഥ സർവം നടത്തുന്നാഥ അല്ലെ? മതിയോ ആഷ്മി? ഓക്കെ എന്ന് പറഞ്ഞാൽ അവന് ലിറിക്സ് അറിയാത്തൊരു പ്രശ്നമാണ്. പാട്ടൊക്കെ പാടിക്കോളൂ. നമുക്ക് ഇനി നിലവിലെ പാട്ടൊക്കെ പാടിപ്പിക്കാൻ തരും.